ഹലോ ഗൈസ്, എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വാങ്ങാം ഗൈസ്. അപ്പോൾ നമ്മളെ രാത്രി ആവാറായി. നമുക്ക് ആദ്യം തന്നെ ഉറങ്ങാൻ പറ്റണില്ല. പുറത്തോട്ടിറങ്ങി നോക്കാം. രാത്രി ആയി ഗൈസ്. അവിടെ ഒരു ട്രൈഡൻ്റ് പിടിച്ചെടുത്ത് നിൽപ്പുണ്ട്. അവനെ നമുക്ക് അടിച്ച് കൊല്ലാം കേട്ടോ. ഓക്കെ, നമുക്ക് കൊല്ലാം. ചാവടാ. രാത്രി ആയില്ല, കാരണം അവൻ കത്തണം കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം ഗൈസ്. അതാണ് നമ്മുടെ. ഓക്കെ, ഇവിടെ കുറേ ചെറുക്കാനൊക്കെ ഉണ്ട്. അതാവട്ടെ, നമുക്കിനി പോയി കിടക്കാം, വാലടയ്ക്കാം, കടന്നുറങ്ങാം. അങ്ങനെ 7ാമത്തെ ദിവസം നമ്മൾ കഴിഞ്ഞു. ഇനി 8ാമത്തെ ദിവസത്തിൽ കിടക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഗൈസ് ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. വാലുറന്നിട്ട് കാണിച്ചു തരാം. നമുക്ക് ട്രൈഡൻ്റ് കിട്ടി ഗൈസ്. നേരത്തെ ഓഫ് ക്യാമറ വരുത്തവനെ കൊന്നപ്പോൾ കിട്ടിയതാണ് ട്രൈഡൻ്റ്. ചില ഫാം വല്ലതും ഉണ്ടാകും, പറ്റുമായിരിക്കും. പിന്നെ പറ്റുമായിരിക്കും ഗൈസ്. വേറൊരു സാധനം കൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഓക്ക് ലോഗ് കിട്ടിയിട്ടുണ്ട്. ഞാനത് ഗ്രൈൻഡ് ചെയ്ത് ഓഫ് ക്യാമറ മൊത്തം ഗ്രൈൻഡ് ചെയ്ത് സെറ്റ് ചെയ്ത സംഭവം കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തായിട്ട് ഇറങ്ങാം ഗൈസ്. കണ്ട മരങ്ങൾ കുറേ നട്ട് വെച്ചിട്ടുണ്ട്. അത് ഇവനെ കൊല്ലാം. കുറേ മരങ്ങൾ നട്ടു പിടിപ്പിച്ച് ഗൈസ്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച വില്ലേജ് ആ ഒരു ഭാഗത്തായിട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഓഫ് ക്യാമറയിൽ ചുമ്മാ അവിടെ ഒരു ലാവ സോഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അവിടെ ഞാൻ പോയപ്പോൾ ഇച്ചിരി ഞാൻ വേറൊരു ഐലൻഡ് വല്ല കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ ഒരു വില്ലേജ് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആദ്യത്തെ വില്ലേജ്. പിന്നെ നോക്കുമ്പോൾ കുറേ ഏബേൽസ് ഗൈസ്, വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്ന് കുറേ ബുക്ക് എടുത്തോട്ട് ഞാൻ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നായിരുന്നു ഗൈസ്. അവിടെ ഒരു ലാവ സോഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഗൈസ്, അവിടെയാണ് ഐലൻഡ് ലോഡ് ഔട്ടാണ്ട് ഗൈസ് ഉണ്ട് ഗൈസ്. അവിടെയാണ് നമ്മുടെ ഇതിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് നമ്മുടെ ട്രേഡിങ് ഹാൾ നമ്മുടെ വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലോട്ട് പോവാം. അതിന് മുമ്പ് നമുക്ക് ആ ലാവ സോഴ്സ് നിങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ച് പോവാം കേട്ടോ. നമ്മൾ തിരിച്ച് ബേസിലോട്ട് പോവാം. അപ്പോൾ ബേസിലോട്ട് എത്തിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. നമ്മൾ ബേസിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഫാം ഉണ്ടാക്കാനുള്ള ചെറിയൊരു പണിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ബ്ലോക്കൊക്കെ വയ്ക്കാം, കാരണം ഫാം ഉണ്ടാക്കാൻ. ഓക്കെ, നമുക്കിപ്പോൾ ഈ ബ്ലോക്കൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊട്ടറ്റോ ആട്ടോ നമ്മൾ നടണത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു പൊട്ടറ്റോ ആണ് നമ്മൾ നടണത്. അപ്പോൾ നിങ്ങളൊരു ചെറിയൊരു ടൈം ലാപ്പ് കണ്ടിട്ട് നമ്മൾ പൊട്ടറ്റോ എല്ലാം നടണേ ഗൈസ്. ഇപ്പോൾ നമ്മൾ പൊട്ടറ്റയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. പൊട്ടറ്റ നമുക്ക് ബാക്കിയുള്ള കയറ്റി വയ്ക്കാം. അത് നമ്മളൊരു സ്മോക്കർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലിട്ട് നമ്മൾ കിട്ടിയ റോ ബീഫ് ഇടാം. നമുക്ക് ലാവ ഉണ്ട്. ആ ലാവ ഞാൻ പോയി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ലാവ എടുത്തിട്ടുണ്ട്. ആ ലാവ എടുത്തിട്ടുണ്ട്. ബക്കറ്റ് തിരിച്ചെടുക്കാം. പിന്നെ ബക്കറ്റ് ചെസ്റ്റ് കയറ്റി വയ്ക്കാം. അയ്യോ, നമ്മൾ തന്നെ ബക്കറ്റ് ചെസ്റ്റ് കയറ്റണേ. ബക്കറ്റ് ആവശ്യമുള്ള ബിർച്ചിലോ കയറ്റിച്ചിട്ട് ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ തന്നെ പരിപാടി, കൗ ഫാം സെറ്റ് ചെയ്യണതാണ് ഗൈസ്. വേറൊരു സംഭവം കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ഞാൻ മൂടിയായിരുന്നു ഗൈസ്. അപ്പോൾ ഇവിടെ ആ വെട്ടമില്ലാത്തതുകൊണ്ട് കുറേ സോംബി വില്ലേജറാണ് ഇട്ട് സ്പോണായത്. ചുമരെ കൊണ്ട് ആവശ്യമില്ല. നമ്മൾ വില്ലേജ് ബ്രീഡർ ഫ്യൂച്ചറിൽ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഉമാരൊക്കെ കൊന്ന് നമുക്ക് നമ്മളങ്ങനെ ഒരു XP ഫാം ഉണ്ടാക്കി ഗൈസ്. അതാണ് നമ്മൾ അതൊക്കെ പറ്റുക ഗൈസ്. നമുക്കപ്പോൾ മൂടാനായിട്ടൊന്നുമില്ല, സാൻഡ് എടുത്ത് മൂടാം. ഓക്കെ, നമ്മൾ അപ്പോൾ സ്മോക്കറിൽ അതാവട്ടെ. നമുക്കിപ്പോൾ വെയിറ്റ് ചെയ്യാം. രാത്രിയായി കാണുമോ ഗൈസ്, അറിയാൻ പാടില്ല. നമുക്ക് പോർച്ചോപ്പ് കയറ്റി വയ്ക്കാം. സാൻഡും എല്ലാം കയറ്റിക്കാം. ഇൻവെൻട്രി ക്ലീൻ ആക്കാം. ഓക്കെ, സീഡ് നമ്മുടെ കയ്യിലിരിക്കട്ടെ. അത് നമുക്കിനി
ഇതുണ്ടാക്കാം. നമ്മുടെ രാത്രിയായി അതിന് കിടന്നുറങ്ങാം. അങ്ങനെ 9ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓക്കെ നമുക്ക് ആദ്യം ഈ സ്ഥലമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഓക്ക് ഫെൻസ് വെച്ച് നമുക്ക് കൗസിനൊക്കെ അതിൻ്റെ അടുത്ത് അടയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇച്ചിരി ഇത് വേണം. നമ്മുടെ ആക്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇച്ചിരി അയണും അതുപോലെ തന്നെ സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്സ് ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ആ സ്ഥലം ഒന്ന് മൊത്തം സെറ്റാക്കിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥലം മൊത്തം ഒന്ന് സെറ്റാക്കിയിട്ട് അവിടെ ഓക്കിൻ്റെ ഫെൻസാണ് വെക്കണത്. ഓക്കെ, നമ്മളപ്പോൾ അതിനകത്ത് പശുവിടെ ഫാമാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഡയമണ്ട് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ എൻചാൻറ്റ്മെൻറ്റ് സെറ്റപ്പ് കൂടി സെറ്റ് ചെയ്യാം. ഓക്കെ, തന്നെ കയറിപ്പോണ് കേസ് അവൻ്റെ വീട്ടിലിട്ട്. ഇതന്നെ സംഭവം. അപ്പോൾ പണി എളുപ്പമായി. അയ്യോ അവൻ ഇറങ്ങിപ്പോയി കേസ്. പണി ഇത്തിരിയോടെ ഇതായി കേസ്. ഞാൻ വേറൊരു ട്രിക്ക് കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ സെറ്റ് ചെയ്യട്ടെ. ഓക്കെ 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 ഇനി വേറെ ഒരു ഓക്കിൻ്റെ ഫെൻസ് ഡോർ, അങ്ങനല്ലേ ഫെൻസ് ഡോർ എന്നാണ് വിളിക്കുന്നത്. ആദ്യം നമുക്ക് ഗൈസ് പന്നി ചാടി ഗൈസ്. ഞാൻ പറഞ്ഞില്ല അവിടെ നിന്ന് മേളിൽ നിന്ന് ചിലപ്പോൾ ചാടാനുള്ള സാധ്യതയും കൂടുതലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് മറ്റവനെ കൊണ്ട് തള്ളി താഴെ ഇടാം. താഴെ പോടാ വയസ്സ് അവനങ്ങനെ താഴെപ്പുണ്ട്. ഇനി ആ പന്നീനെ കൊല്ലാം. ഓക്കെ, ചാവ് പന്നി അങ്ങോട്ട് ഓടിപ്പോയി. നമുക്ക് ഓക്കിൻ്റെ ആ ഫെൻസ് ഡോർ എടുത്ത് വയ്ക്കാം. വീറ്റും വേണം കയ്യിൽ. ഫെൻസ് ഗേറ്റ് നിന്നാട്ടോ എന്തിലാട്ടെ, ഏതായാലും കാര്യം മനസ്സിലായി, അത് മതി ഗൈസ്. ഓക്കെ, വീറ്റും ഫെൻസും നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഫെൻസ് വന്നിട്ട് ഗേറ്റ് വയ്ക്കാം. എന്നിട്ട് ആ പന്നീനെ കൊല്ലാം. അയ്യോ പോലെ നൈസിന് പോകാൻ നോക്കിയത് നമ്മൾ സമ്മതിക്കില്ലല്ലോ. ഓഹോ, ഓക്കെ മാറിക്കളാ. ഓക്കെ, നമുക്ക് ഇത് അടയ്ക്കാം. അടച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി രാത്രി ആവാറായോ ഗൈസ്? ഇല്ല കേട്ടോ ഗൈസ്. മേളിൽ വല്ല പശുക്കൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. പശുക്കളൊന്നും കാണുന്നില്ല. അപ്പോൾ ഓഫ് ക്യാമറയിൽ വേണ്ട പശുക്കളെയും വല്ലതും സെറ്റ് ചെയ്ത് വെക്കാമെന്ന് നോക്കാം ഗൈസ്. ഓക്കെ, ഒരു പശു അവിടെ നമ്മുടെ പശു തന്നെയാണ്. ഓക്കെ, കുറേ ഇതൊക്കെ നമ്മുടെ മൈൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ഷുഗർ കെയിൻ മൈൻ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഷുഗർ കെയിനെല്ലാം മൈൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം നമുക്ക് സബ്സ്ക്രൈബാണ് ആവശ്യം. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിരുന്നതല്ല. അപ്പോൾ ഗൈസ് എല്ലാം മൈൻ ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനൊരു വേറൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ ഓഫ് ക്യാമറ കണ്ടാട്ടോ. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. ഇവൻ്റെ ട്രേഡ് നോക്കി സാപ്ലിങ് ഗൈസ് ഗൈസ്. അപ്പോൾ നമുക്ക് സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5 എമറാൾഡ് കൊടുക്കാം. അപ്പോൾ 5 എമറാൾഡ് ആയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് കുറേ നേരത്തെ കഷ്ടപ്പാടോടെ 5 എമറാൾഡ് അങ്ങനെ ഒപ്പിച്ചെടുത്തു ഗൈസ്. അപ്പോൾ ഇവൻ്റെ ആ സാപ്ലിങ് അങ്ങ് വാങ്ങിയേക്കാം ഗൈസ്. നന്ദിയുണ്ടാ വാണ്ടറിങ് ട്രേഡറെ, ആദ്യമായിട്ട് നല്ലൊരു സാധനം കിട്ടണം അവൻ്റെ. ഓക്കെ, നമ്മളങ്ങനെ വാണ്ടറിങ് ട്രേഡർ ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനോട് താങ്ക് യു എന്ന് നല്ല വാക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി താങ്ക് യു എന്നുള്ള വാക്ക് പറഞ്ഞില്ല എന്ന് വേണ്ട. ഇനി നമുക്ക് അവ നടാട്ടോ. ഞാനൊരു ക്ലച്ച് കാണിച്ചു തരാം. ഇതൊക്കെ വർക്കാവുന്നില്ല കാരണം ഭയങ്കര ലാഗാണല്ലോ ഫോൺ. അയ്യോ സോറി മേളിൽ കയറിട്ടൊന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, മേളിലോട്ട് കയറാം. എന്നിട്ട് ഒന്നുകൂടെ ക്ലച്ച് ആവുമെന്ന് നോക്കാം. ഓക്കെ, 3, 2, 1 ജമ്പ്. അയ്യോ സോറി ഗൈസ്, അല്ല ഇതില്ല. അപ്പോൾ നടാട്ടോ ഇതൊക്കെ ഒന്ന്. അപ്പോൾ നമുക്ക് സ്പ്രൂസ് ഇവിടെ നടാം. നമുക്ക് എങ്ങനെയല്ലോ കുറച്ച് ബോൺമീൽ ഒപ്പിച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ബോൺമീൽ ഒപ്പിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് ബോൺമീൽ ഒപ്പിച്ചെടുത്തു. നമുക്കപ്പോൾ
ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ഈ നമ്മുടെ കമ്പോസ്റ്ററിൽ വീറ്റ് വെച്ചാണ് ആക്കിയത്. അപ്പോൾ നമുക്ക് ഉറങ്ങാട്ടോ. ഓക്കെ, നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാനീ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇത് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ എന്നെ എത്ര നേരം സഹിച്ചിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇതിന് നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അടുത്ത എപ്പിസോഡ് വരും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.